ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ വന്നേക്കുന്നത് കുട്ടികൾക്കൊക്കെ സ്കൂളിൽ കൊടുത്തുവിടാൻ പറ്റുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്, ഗോതമ്പ് പൊടി കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് എങ്ങനെയാണെന്നൊന്ന് കണ്ടു നോക്കിയാലോ. ഒരു പാത്രത്തിലോട്ട് 1 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർക്കുന്നത് മുളക് പൊടിയാണ്. 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഞാനൊരു ചപ്പാത്തി മാവിൻ്റെയൊക്കെ ആ ഒരു പരുവത്തിലാണ് കുഴച്ചെടുത്തേക്കുന്നത്. നമുക്കിതിൻ്റെ പുറത്തോട്ട് കുറച്ച് എണ്ണയൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്കിതിന് വേണ്ടിയിട്ടുള്ള ഫില്ലിംഗ് തയ്യാറാക്കണം. അതിനുവേണ്ടി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഒരു പകുതി സവാള ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു വലിയ ക്യാരറ്റിൻ്റെ പകുതി ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തതും, കുറച്ച് ക്യാബേജ് ഗ്രേറ്റ് ചെയ്തതും, പിന്നെ കുറച്ച് ക്യാപ്സിക്കമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് ഈ പച്ചക്കറി എല്ലാം തന്നെ ചേർക്കണമെന്നൊന്നുമില്ല, നമ്മുടെ ഉള്ളത് മാത്രം ചേർത്താൽ മതിയാകും. എന്നിട്ട് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതുപോലെ നന്നായിട്ട് വഴറ്റി കഴിയുമ്പോൾ നമുക്ക് ഇതിലോട്ടൊരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയൊക്കെ നമ്മുടെ എരിവിന് ആവശ്യമനുസരിച്ച് ചേർക്കാവുന്നതാണ്. കുട്ടികൾക്കൊക്കെ കൊടുക്കുന്ന സ്നാക്സ് ആയതുകൊണ്ട് നമുക്ക് എരിവൊക്കെ കുറച്ച് കുറയ്ക്കാവുന്നതാണ്. എന്നിട്ട് ഇത് തണുത്തതിന് ശേഷം നമുക്കൊരു ബൗളിലോട്ട് മാറ്റിയിട്ട് അതിലോട്ട് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് മാവ് എടുത്തിട്ട് ഇതുപോലെ ചെറിയ ബോൾസ് ആക്കിയിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. ഞാനൊരു ചപ്പാത്തി പലകയിലോട്ട് വെച്ചിട്ട് ഇത് ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കുവാണ്. ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ പരത്തിയെടുത്തിട്ട് നമ്മുടെ ഫില്ലിംഗ് നമുക്കിതിലോട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഞാനൊരു ചീസ് എടുത്തിട്ടുണ്ട്. ഈ ചീസ് നമുക്ക് കുറച്ച് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ പുറത്തോട്ടിട്ട് കൊടുക്കാം. എന്നിട്ട് ഇങ്ങനെ എല്ലാ വശത്തും നമുക്കിതിങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കണം. ഇനി നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഞാനിത് ചപ്പാത്തി കോലൊന്നും വെച്ചിട്ടല്ല പരത്തിയെടുക്കുന്നത്. നമ്മുടെ കയ്യിൽ തന്നെ വെച്ചിട്ട് ഇങ്ങനെ റൗണ്ട് ഷേപ്പിലാക്കി എടുക്കണം. സൈഡൊക്കെ നമുക്ക് കൈ വെച്ച് തന്നെ ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് ഇതുപോലെ നമുക്ക് റൗണ്ട് ഷേപ്പിലാക്കി എടുക്കാം. ഞാനപ്പോൾ എല്ലാം ഒന്ന് ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ എടുത്തിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഡീപ്പ് ഫ്രൈ ചെയ്യുന്നില്ല, ഞാൻ ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. അതുകൊണ്ട് വളരെ കുറച്ച് ഓയിൽ മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. അത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നമ്മുടെ ഈ സ്നാക്ക് ഇതിലോട്ട് വെച്ച് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എല്ലാ വശവും നമുക്ക് മറിച്ചും തിരിച്ചിട്ട് നന്നായിട്ടൊന്ന് മുറിച്ചെടുക്കണം. നമ്മളിത് ഡീപ്പ് ഫ്രൈ ചെയ്യുന്നില്ല, അതുകൊണ്ട് തന്നെ നമ്മളിത് നന്നായിട്ട് കുറച്ച് സമയം വെച്ച് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഹെൽത്തി സ്നാക്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.